കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാം തീർന്നീലാതിരുനാമഹാരമടിയിൽ കാണിക്കയായി വയ്ക്കുവാൻ തൃത്താപൂവിതൽ പോലും ഒന്നിതുവരെ കൈകൊണ്ടതില്ലംബികെ തീരാറായി ഖിതിവാസ മന്ദകഭടത്തല്ലിൻ്റെ വല്ലായ്മയെ തീർപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 28ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ദുർഭകൻ കഠിനമായിട്ട് തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും വേദങ്ങളെയെല്ലാം തൻ്റെ അധീനത്തിലാക്കി ദേവന്മാരെ പരാജയപ്പെടുത്താനുള്ള ശക്തിയും ബ്രഹ്മാവിൽ നിന്നും മേടിച്ചു. തത്ഫലമായിക്കൊണ്ട് ബ്രാഹ്മണർക്കും ഋഷികൾക്കും ഒന്നും ഭൂമിയിൽ വേദാധ്യായനം അതൊന്നും അവർ പഠിച്ച വേദവും മന്ത്രങ്ങളും എല്ലാം മറന്നുപോയി. സന്ധ്യാവന്ദനം, ഹോമം, ശ്രാദ്ധം, യജ്ഞം മുതലായിട്ടുള്ള ജപങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയാതെ കണ്ടായി. എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ബ്രാഹ്മണരെ ഋഷികളെ പരസ്പരം അവർ ചിന്താധീനരായി എന്ന് പറയുകയാണ്. വേദമില്ലാതെ കണ്ട് എന്താ ചെയ്യാൻ കഴിയുക? ഇത് ഇങ്ങനെയാ സംഭവിച്ചത് എന്നൊരു ഭാഗത്തായി. പിന്നെ ഈ ദേവന്മാർക്കൊക്കെ ഈ വേദമന്ത്രങ്ങൾ ജപിച്ച് ബ്രാഹ്മണര് അഗ്നിയിൽ ആഹൂതി കൊടുക്കും. ആജ്യം, അതേമാതിരി ഹവിസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഗ്നിയിൽ ഹോമിക്കാറുണ്ടല്ലോ. ഓരോ ദേവനും ഇന്ദ്രായ സ്വാഹ, വായവേ സ്വാഹ, അഗ്നിയെ സ്വാഹ, വരുണായ സ്വാഹ, യമായ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് ഓരോരോ ദേവന്മാരുടെയും മന്ത്രങ്ങളൊക്കെ ജപിച്ച് അവർക്കൊക്കെ ആഹൂതികൾ കൊടുക്കും. അപ്പോൾ ഈ അഗ്നിയിലെ ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ജപിച്ച് ആ ദേവന്മാരെ ആവാഹിച്ച് അവരെ അഗ്നിയിലേക്ക് കൊടുക്കുന്ന ആഹൂതിയാണത്രേ ഈ ദേവന്മാർക്കെല്ലാം ഭക്ഷണമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ദേവന്മാർക്ക് ശക്തി ഉണ്ടാവുന്നത് എന്നാണ് പറയണത്. ഹവിസ്സിനെ കൊണ്ടുപോയിട്ട് ദേവന്മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് അഗ്നിക്ക് ഹവ്യവാഹനൻ എന്നൊക്കെ ഒരു പേരുണ്ട്. എന്തായാലും ഇപ്പോഴേ ആ ഹവിർഭാഗമൊന്നും ദേവന്മാർക്ക് കിട്ടാതെ കണ്ടായി. കാരണം ഇപ്പോൾ ബ്രാഹ്മണർക്ക് മന്ത്രങ്ങളൊക്കെ മറന്നു, വേദമന്ത്രങ്ങൾ മറന്നതുകൊണ്ട് യജ്ഞയാഗ ഹോമാദി പൂജകളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയണില്ല. ദേവന്മാരെ ആവാഹിക്കേണ്ട മന്ത്രങ്ങൾ ഓർമ്മ വരണില്ല. ആ ജപിച്ച് അഗ്നിയിലേക്ക് ഹോമിക്കേണ്ടതായിട്ടുള്ള ഹോമമന്ത്രങ്ങൾ അവർക്ക് ഓർമ്മ വരണില്ല. അതൊക്കെ ഈ അസുരൻ്റെ അധീനത്തിലായിപ്പോയി. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം, കഷ്ടം ബ്രാഹ്മണർക്കൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ അമരന്മാർക്ക്, ദേവന്മാർക്ക് ഇതൊന്നും യജ്ഞഭാഗങ്ങളൊന്നും കിട്ടാതെ കണ്ടുവരുന്നത് കാരണം കൊണ്ട് അവർക്ക് ക്ലേശം അവർക്കുമുണ്ടായി. അങ്ങനെ രണ്ടുപേരും ധർമ്മസങ്കടത്തിലായ സമയത്ത് ഈ ബ്രഹ്മാവിൻ്റെ വരത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അതിൻ്റെ ശക്തി കൊണ്ട് ഈ ദൈത്യൻ, ഈ ദുർഗമൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഈ ദൈത്യൻ രുരുവിൻ്റെ പുത്രനാണ്, ഹിരണ്യാക്ഷൻ്റെ വംശത്തിലാണ് എന്ന് പറഞ്ഞുവല്ലോ ഞാൻ ഇന്നലെ. അവൻ അമരാവതി നഗരത്തെ വളഞ്ഞു എന്നാണ് പറയണത്. അമരാവതി എന്ന് പറയണത് ഇന്ദ്രൻ്റെ സ്ഥലത്തിനെയാണ് പറയണത് അമരാവതി എന്ന് പറയുക. സ്വർഗത്തിലെ ഇന്ദ്രൻ്റെ സ്ഥാനത്തിനെയാണ് അമരാവതി എന്ന് പറയുക. അപ്പോൾ ഈ അമരാവതി ഇന്ദ്രൻ്റെ നഗരത്തെ അവൻ ചെന്ന് ആക്രമിച്ചു. നല്ല വജ്രത്തിന് തുല്യമായിട്ടുള്ള ശരീരം ആണ് അവൻ്റേതെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അവനോടിപ്പോൾ യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാത്തവരായി ദേവന്മാരെല്ലാം എന്ന് പറയുക. കാരണം എങ്ങനെയപ്പോൾ അവൻ്റെ അടുത്ത് യുദ്ധം ചെയ്യുക? ഒന്നാമത് ഈ വരം കൊണ്ട് അവന് ബലം കൂടി.
ദേവന്മാർക്കാണെങ്കിൽ ഇവിടെ ഈ ആഹൂതികൾ കിട്ടണില്ല, അതുകൊണ്ട് ആഹാരം കിട്ടണില്ല. അപ്പോൾ ഒരാൾക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ എന്താ ഗതി ഉണ്ടാവുക? എത്ര നല്ല ശക്തിമാൻ ഫൈൽവാനാണെങ്കിലും ശരി, 200 കിലോ ഒക്കെ പൊക്കി എടുക്കാൻ പറ്റുന്ന ശക്തിയൊക്കെ ഉള്ളവനാണെങ്കിലും ശരി, 10 ദിവസം ഭക്ഷണിക്കിട്ടാൽ എന്താ ഉണ്ടാവുക? നീറ്റ് നിൽക്കാൻ പറ്റില്ല, കുഴഞ്ഞു വീഴും താഴത്ത്, ഇല്ലേ? ഭക്ഷണം അകത്ത് പോയില്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് ദേവന്മാർക്ക് ഭക്ഷണമൊന്നുമില്ല, അത് കാരണം കൊണ്ട് അവർക്ക് ദേഹശക്തി ഇല്ല. മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുണാസ്ത്രം അയക്കണം, പാശുപതാസ്ത്രം അയക്കണം, അഗ്നിയാസ്ത്രം അയക്കണം. ഇങ്ങനെ അസ്ത്രങ്ങൾക്ക് പേരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അപ്പോൾ ഈ അസ്ത്രമൊക്കെ അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓരോരോ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ചിട്ട് വേണം ആ അസ്ത്രങ്ങളൊക്കെ അയക്കാനായിട്ട്. ഇപ്പോൾ ഇവരെ വേദങ്ങളൊക്കെ ഇവൻ്റെ കയ്യിലായതുകൊണ്ട് അവർക്കും ഇപ്പം ഇതൊന്നും ഓർമ്മ വരണില്ല. അസ്ത്രശസ്ത്രങ്ങളൊന്നും അവർക്കൊന്നും ഇപ്പം അത് അമ്പ ചെയ്യാനോ ഇതിനോ ഒന്നും പറ്റണില്ല. എന്നാൽ വാളോ ഗതയോ അതേമാതിരിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഒക്കെ എടുത്തിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനുള്ള ശക്തിയും ഇപ്പം അവർക്കില്ലാതെ കണ്ടായി. അതേ സമയത്ത് ഇപ്പം അങ്ങനെ ശക്തിഹീനരായി ഭവിച്ചു ഈ ദേവന്മാരെല്ലാം. ശക്തിഹീനരായി ഭവിച്ചു, പിന്നെന്താ ചെയ്യുക? തോറ്റു, ഓടി, യുദ്ധം ചെയ്യാൻ പറ്റാതെ കണ്ട് പർവ്വതങ്ങളിലൊക്കെ പോയി ഗുഹയിലും അവിടെയും ഇവിടെയും ഒക്കെ അവർ ഒളിച്ചിരുന്നു. അങ്ങനെ ഒളിച്ചിരുന്ന് അവരെന്ത് ചെയ്തു? സംസ്ഥിത പരമാം ശക്തിം ധ്യായന്തസ്തേ പരാംബികാം. അംബികയെ ധ്യാനിച്ചു, പരാശക്തിയെ ധ്യാനിച്ചു, ഒളിച്ചിരുന്നു. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം, എന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്ന് വിചാരിച്ച് അവർ ദേവിയെ ഭജിക്കാൻ തുടങ്ങി. ഇവിടെ പറയണു വ്യാസൻ, ബ്രാഹ്മണരെ ഹോമാദികളൊക്കെ നിർത്തി, യജ്ഞാദികളൊക്കെ നിർത്തി, യാഗാദികളൊക്കെ നിർത്തി. നേരത്തെ പറഞ്ഞില്ലേ, ദേവന്മാർക്കൊന്നും ആഹുതികൾ കിട്ടാതെ കണ്ടായി, അവരുടെ ബലം എല്ലാം ക്ഷയിച്ചു. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യിക്കുന്നത് ഇന്ദ്രനാണ്, അതിൻ്റെയൊക്കെ അധിപൻ. തൻ്റെ ശക്തി കൊണ്ട് മേഘങ്ങളെ കൊണ്ട് വർഷം പൊഴിപ്പിക്കണു. അങ്ങനെ മേഘം ആ വർഷം പൊഴിയുന്നത് കൊണ്ടാണ് നമുക്ക് ജലം കിട്ടുന്നത്. ആ ജലം ഭൂമിയിൽ യഥേഷ്ടം വരുന്നത് കൊണ്ടാണ്, നദികളിലും കുളത്തിലും ഒക്കെ ജലം ഉള്ളത് കൊണ്ടാണ് കുടിക്കാനും കുളിക്കാനും എന്ന് വേണ്ട സസ്യലതാദികളൊക്കെ ഭൂമിയിൽ വളരണം, കായ്ക്കണം. കായ, ഫലം, മൂലങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിലൊക്കെ എല്ലാറ്റിനും ജലം വേണം. ഇപ്പോൾ ഇന്ദ്രന് ശക്തിയില്ലാത്തത് കൊണ്ട് മഴ പെയ്യാതെ കണ്ടായി. മഴ ലഭിക്കാത്തത് കാരണം കൊണ്ട് എന്തായി? ഈ മണൽക്കാട് മാതിരി അവിടെ സസ്യങ്ങളൊന്നും വളരില്ലല്ലോ. അതേമാതിരി ഭൂമി മുഴുവൻ വരണ്ട ഉണങ്ങിത്തുടങ്ങി എന്ന് പറയാണ്. സസ്യലതാദികളൊന്നുമില്ല. നദിയിലെ ജലങ്ങളൊക്കെ വരണ്ടു, നദീജലമൊക്കെ കുറഞ്ഞു, വരണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മത്സ്യം മുതലായിട്ടുള്ള ജീവികളൊക്കെ വളരെ കഷ്ടത്തിലായി. കുളത്തിലും കിണറ്റിലും എവിടെയും ജലമില്ലാതെ കണ്ടായി. തടാകം, നദിയെല്ലാം വരണ്ടു. അങ്ങനെ ഇവിടെ പറയണത് ശതവർഷികി എന്നാണ്. 100 വർഷം ഇങ്ങനെ നീണ്ടു നിന്നു എന്നാണ് പറയണത്. ഇതൊക്കെ പശുക്കളെ, എരുമകളെ, മനുഷ്യരെ ഒക്കെ അത് കാരണം എന്തായി? ചത്തൊടുങ്ങാൻ തുടങ്ങി എന്ന് പറയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൃഹേ ഗൃഹേ മനുഷ്യാണാം അഭവൽ ശവസംഗ്രഹ. വീടുകളിലും നാടുകളിലും ഒക്കെ പശുക്കളുടെയും എരുമകളുടെയും അതേമാതിരിയുള്ള മൃഗങ്ങളുടെയും, എന്തിനേറെ പറയണോ മനുഷ്യരുടെ പോലും ശവശരീരങ്ങൾ കുന്നുകളായിട്ട് കൂടാൻ തുടങ്ങി എന്ന് പറയാണ്. വേണമല്ലോ നമുക്കും അന്നാഹാരാദികൾ കിട്ടാതെ കണ്ടായ, ജലം കിട്ടാതെ കണ്ടായ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തൊണ്ടയൊന്ന് വരണ്ടാൽ എന്താവും നമ്മുടെ സ്ഥിതിയില്ലേ? 100 വർഷമൊക്കെ